ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. ഫലം കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ പ്രത്യേക ബുള്ളറ്റിനുകളുമായി ആകാശവാണി വാർത്താ വിഭാഗം. വികസിത രാഷ്ട്രമായി മാറാനുള്ള പരിവർത്തന പാതയിലാണ് ഇന്ത്യയെന്ന് ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ളവർ ജോലി ചെയ്തിരുന്ന അൽ ഫലാഹ് സർവകലാശാലയുടെ അംഗത്വം റദ്ദാക്കി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിക്കും. 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേരള പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ. വാർത്തകൾ വിശദമായി. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിലായാണ് 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ നടക്കുക. 2616 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. തെരഞ്ഞെടുപ്പ് ഫലം കൃത്യതയോടെ ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി വാർത്താ വിഭാഗം പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. വിശദാംശങ്ങൾ. വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ബീഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനോദ് സിംഗ് ഗുജിയാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും എൻഡിഎക്ക് ഭരണ തുടർച്ച പ്രവചിക്കുമ്പോൾ ചില സർവേകൾ കടുത്ത മത്സരം പ്രവചിക്കുന്നു. ഈ മാസം 6-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് 243 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത്. 1951 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായ 67.17 ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയത്. 4300-ലധികം കൌണ്ടിംഗ് ടേബിളുകളും ഓരോ ടേബിളിലും ഒരു കൌണ്ടിംഗ് സൂപ്പർവൈസർ, കൌണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിങ്ങനെയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തപാൽ ബാലറ്റുകൾ എണ്ണിയതിനു ശേഷം ഇവിഎമ്മുകളിലെ വോട്ട് എണ്ണിത്തുടങ്ങും. ഓരോ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 5 പോളിംഗ് സ്റ്റേഷനുകളിൽ വിവിപാറ്റ് പരിശോധന നടത്തി സ്ലിപ്പുകൾ ഇവിഎം ഫലങ്ങളുമായി ഒത്തുനോക്കും. പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവിപാറ്റ് സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2047 വികസിത രാഷ്ട്രമായി മാറാനുള്ള പരിവർത്തന പാതയിലാണ് ഇന്ത്യയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ ഈ വികസന യാത്രയുടെ അവിഭാജ്യ ഘടകമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. भारत आज एक परिवर्तनशील दौरे से गुजर रहा है. हमारे युवा और प्रतिभाशाली जनसंख्या, मजबूत अर्थव्यवस्था और नवाचार की भावना हमें 2047 तक एक विकसित राष्ट्र बनाने के लक्ष्य की ओर से जा रहे हैं. डिजिटल इंडिया, मेक इन इंडिया, स्टार्टअप इंडिया और स्वच्छ भारत जैसे पहले भारत को नई ऊंचाइयां तो पहुंचा रहे हैं. ഡൽഹി ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്കായി സദസ്സ് 1 മിനിറ്റ് മൌനം ആചരിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി അല്പം മുമ്പ് മടങ്ങിയെത്തി. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ന് നടക്കുന്ന ഇന്ത്യൻ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. 1965 സ്ഥാപിതമായ ഇന്ത്യൻ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസിന് ബന്ധപ്പെട്ട മേഖലകളിൽ സർക്കാരിന്റെ സാങ്കേതിക മാനേജ്മെന്റ് ആവശ്യകതകൾ നിർവഹിക്കുന്നതിൽ സുപ്രധാന പങ്കാണുള്ളത്. രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശുമായി കൂടിക്കാഴ്ച നടത്തി. ശൈത്യകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നതെന്ന് ശ്രീ രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ടാങ്ക്വേധ മിസൈലുകൾ വാങ്ങുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 2095 കോടി രൂപയുടെ കരാറിൽ ഒപ്പിട്ടു. ഇൻവാർ ടാങ്ക്വേധ മിസൈലുകളാണ് വാങ്ങുക. ഇൻവാർ മിസൈലുകളുടെ സംഭരണം ടാങ്ക് T-90ന്റെ ആക്രമണ ശക്തിയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ സൈന്യത്തിലെ കവചിത റെജിമെന്റുകളുടെ പ്രധാന ആശ്രയമായി ഇത് മാറുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നേപ്പാൾ പ്രധാനമന്ത്രി അനിൽകുമാർ സിൻഹയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഗതാഗത ഉടമ്പടിയിലെ പ്രോട്ടോകോൾ ഭേദഗതി ചെയ്യുന്ന ലെറ്റർ ഓഫ് എക്സ്ചേഞ്ച് കൈമാറി. ഇതോടെ ജോഗ്ബാനി ബിരാത്നഗർ റെയിൽവേ ലിങ്കിലൂടെ കണ്ടെയ്നർ ബൾക്ക് കാർഗോ ഗതാഗതം യാഥാർത്ഥ്യമായി. കൊൽക്കത്ത, വിശാഖപട്ടണം തുറമുഖങ്ങളിൽ നിന്ന് നേപ്പാൾ കസ്റ്റംസ് യാർഡ് കാർഗോ സ്റ്റേഷനിലേക്കുള്ള ഗതാഗതവും ഈ സംരംഭം സുഗമമാക്കും.
മാലദ്വീപുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം തുടരുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. മാലദ്വീപ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നയരൂപീകരണം, ഭരണനിർവഹണം, സ്റ്റാർട്ടപ്പ്, അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ മേഖലകളിലെ അറിവും വൈദഗ്ധ്യവും പങ്കിടാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. മാലദ്വീപ് മന്ത്രി അഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിലുള്ള 30-അംഗ പ്രതിനിധി സംഘവുമായി ശ്രീ ജിതേന്ദ്ര സിംഗ് സംവദിച്ചു. ഡൽഹി ചുവപ്പുകോട്ടയിലെ സ്ഫോടനവുമായി ബന്ധമുള്ളവർ ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ അൽ ഫലാഖ് സർവകലാശാലയുടെ അംഗത്വം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ റദ്ദാക്കി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ്. നേരത്തെ അൽ ഫലാഖ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തെറ്റായ അക്രഡിറ്റേഷൻ പ്രദർശിപ്പിച്ചതിന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ IITF ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. 14 ദിവസത്തെ ഈ അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ചൈന, ഇറാൻ, ദക്ഷിണ കൊറിയ, ഈജിപ്ത് തുടങ്ങിയ 12 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. 30 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളും 60-ലധികം മന്ത്രാലയങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് IITF എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രേംജിത്ത് ലാൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരള പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ കേരളത്തിന്റെ രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീയും സാഫും ഭക്ഷണശാലകളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിക്കും. അതത് വരണാധികാരികൾ തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വിശദാംശങ്ങൾ. കേരളത്തിൽ പ്രചാരണത്തിന്റെ ആവേശം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം ഈ മാസം 21 ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ്. സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടോ നിർദ്ദേശകർ വഴിയോ പത്രിക സമർപ്പിക്കാം. സ്ഥാനാർത്ഥി ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടറായിരിക്കണം. 21 വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥികൾ 4000 രൂപയും ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ 5000 രൂപയുമാണ് കെട്ടിവെക്കേണ്ടത്. സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ, സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും ആസ്തിയും ബാധ്യതയും തുടങ്ങിയ വിവരങ്ങൾ പത്രികയോടൊപ്പം സമർപ്പിക്കണം. 1-ൽ കൂടുതൽ വാർഡുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകിയാൽ എല്ലാം നിരസിക്കും. എന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ വ്യത്യസ്ത തലങ്ങളിൽ മത്സരിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുവരെ 1,74,00,000 വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു. ഇതോടെ 62.5% വോട്ടർമാരുടെ കൈകളിൽ ഫോം എത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലക്ഷദ്വീപിൽ 100% വോട്ടർമാർക്കും ഫോം കൈമാറി. വെട്ടുകാട് മാദ്രെ ദേവൂസ് ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് വൈകിട്ട് കൊടിയേറും. വെട്ടുകാട് തിരുനാൾ പ്രമാണിച്ച് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾക്കും ഉദ്യോഗസ്ഥർക്കും അവധി ബാധകമല്ല. പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. ഇന്ന് ശിശുദിനം. സർക്കാരും സംസ്ഥാന ശിശുക്ഷേമ സമിതിയും ചേർന്ന് ഇന്ന് 1,00,000 കുട്ടികളെ പങ്കെടുപ്പിച്ച് ശിശുദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. കുട്ടികളുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം മണക്കാട് TTIയിലെ ദുർഗ ജിഷ്ണു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിന സന്ദേശം നൽകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ ഫലം കൃത്യതയോടെ ജനങ്ങളിലെത്തിക്കാൻ പ്രത്യേക ബുള്ളറ്റിനുകളുമായി ആകാശവാണി വാർത്താ വിഭാഗം. വികസിത രാഷ്ട്രമായി മാറാനുള്ള പരിവർത്തന പാതയിലാണ് ഇന്ത്യയെന്ന് ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ളവർ ജോലി ചെയ്തിരുന്ന അൽ ഫലാഖ് സർവകലാശാലയുടെ അംഗത്വം റദ്ദാക്കി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിക്കും. 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേരള പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കേൾക്കാം രാവിലെ 9:15.